തന്നെ നമ്മൾ നടത്തുന്ന സമരം ഇത് തീർച്ചയായിട്ടും ക്രിമിനൽ സംഘങ്ങളെ ഇവിടെ നിന്ന് പറപ്പിക്കും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. അതിന് ഏത് വിധേനയും നമ്മളിത് ചെയ്യും. പക്ഷെ അതോടൊപ്പം തന്നെ ആശയപരമായ ഒരു വ്യക്തത ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പിന്നിൽ നിൽക്കുന്ന ജനം, നിങ്ങൾക്കും എനിക്കും, ഞാൻ റാഫേൽ തട്ടിനെയും ബോസ്കോ പുത്തൂരിനെ പ്രതിയാക്കി കേസ് കൊടുത്തപ്പോൾ ബിഷപ്പ് ഹൗസിൽ ഒരാൾ സംസാരിക്കാൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദര വൈദ്യുതി, എൻ്റെ അടുത്ത സുഹൃത്താണ്, എനിക്ക് കുർബാന വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ട, പക്ഷെ അതല്ല എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ 99% വരുന്ന വൈദികരെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ഇവരെ ചോദ്യം ചെയ്താൽ, ഇവരെ കോടതിയിൽ ഇവർക്ക് ചോദ്യം ചെയ്താൽ നിങ്ങളെ പുറത്താക്കും എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടല്ലോ. അതിനെ ചോദ്യം ചെയ്യാനാണ് ഈ അടിമയായിട്ട് നിൽക്കുന്ന വൈദിക സമൂഹത്തെ, അടിമയായിരിക്കുന്ന ജനങ്ങളെ അവരെ മോചിപ്പിക്കാനാണ് നിങ്ങൾ കേസ് എടുത്തിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ പുറത്താക്കൂ, നിങ്ങൾ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താക്കൂ എന്നാണ് ആ വൈദിക സഹോദരനോട് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വൈദികരെ, അതുകൊണ്ട് തന്നെ ഈ സമരം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ പുഴുക്കുത്ത്, എന്താണ് അതിന് പുഴുക്കുത്ത്? ഇതിന്റെ നിയമവ്യവസ്ഥ തന്നെയാണ്. ജനങ്ങൾക്ക്, നമുക്ക്, ഞാൻ തൃശ്ശൂർ രൂപതയിലെ ഒരു വൈദികൻ, നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന നമ്മുടെ രൂപതയിലെ കുറച്ച് വൈദികരുണ്ട്, കോംപ്രമൈസ് ചെയ്ത്. ഞാൻ ആ സഹോദരനോട് ചോദിച്ചത്, എന്താണ് കോംപ്രമൈസ് ചെയ്യേണ്ടത്? ജസ്റ്റ് ടെൽ മീ, നിനക്ക് എന്താണ് അധികാരമുള്ളത്?